ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, മുൻ സമുദായക്കാരിൽപ്പെട്ട ഒരു വ്യക്തിക്ക് കഠിനമായ ദാരിദ്ര്യം പിടികൂടി. ആ മനുഷ്യൻ വിശപ്പ് സഹിക്കാൻ വയ്യാതെ മരുഭൂമിയിലേക്ക് ഭക്ഷണം തേടി പുറപ്പെടുകയാണ്. അയാള് വെളിയിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലിരുന്നു കൊണ്ട് ഇപ്രകാരം ദുആ ചെയ്തു: അല്ലാഹുവേ, മാവ് കുഴയ്ക്കാനും റൊട്ടിയുണ്ടാക്കാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരുഭൂമിയിലേക്ക് ആഹാരം തേടി പുറപ്പെട്ട ഭർത്താവ് തിരികെ വന്നപ്പോ വീട്ടിലെ പാത്രത്തിൽ നിറയെ മാവും അടുപ്പത്ത് ചുട്ട ഇറച്ചിയും കറങ്ങുന്ന ആട്ടുകല്ലും അദ്ദേഹം കാണുകയാണ്. അയാള് ഭാര്യയോട് ചോദിച്ചു, ഇതെന്താണ്, ഇതെവിടെ നിന്നാണ്, ഇതെങ്ങനെയാണ് കിട്ടിയത്? ഭാര്യ മറുപടി പറഞ്ഞു, ഇത് അല്ലാഹു നൽകിയതാണ്. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നു, അല്ലാഹു നൽകിയതാണ് ഈ ചുട്ട ഇറച്ചിയും അതുപോലെ തന്നെ പാത്രം നിറയെ മാവും നിങ്ങൾ കാണുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ആട്ടുകല്ലും. ഉടനെ ഭർത്താവ് ആ കറങ്ങിക്കൊണ്ടിരുന്ന ആട്ടുകല്ലിന് സമീപത്ത് ചിതറി വീണിരുന്ന ധാന്യമണികളെല്ലാം അടിച്ചുവാരിയെടുത്തു, അവിടെ വൃത്തിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അവർക്ക് ജീവിക്കാൻ പര്യാപ്തമായ ആഹാരം തരുന്ന രീതിയിൽ ആ ആട്ടുകല്ല് കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അയാൾ അതിന്റെ പരിസരം ക്ലീനാക്കി അതിൽ കൈകാര്യം ചെയ്യാൻ പോയപ്പോഴാണ് അത് നിന്നുപോയത് എന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ്, ഈ സംഭവം സഹീഹാണ്, ആധികാരികമാണ്. അപ്പൊ ഈ ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ചില പാഠങ്ങൾ: അല്ലാഹു തആല അവന്റെ പ്രത്യേകമായ ചില വ്യക്തികൾക്ക്, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു ചിലപ്പോൾ ചില അംഗീകാരങ്ങളും ആദരവുകളും നൽകും. ആ ആദരവിനെയാണ് കറാമത്ത് എന്ന് നാം പറയുക. പ്രവാചകന്മാരിലൂടെ അല്ലാഹു തആല വെളിവാക്കുന്ന സംഗതികൾക്ക് മുഅ്ജിസത്തെന്നും, പ്രവാചകന്മാരല്ലാത്തവരിലൂടെ സഹാബാക്കൾ ഉൾപ്പെടെയുള്ള മഹൽ വ്യക്തികളിലൂടെ അല്ലാഹു വെളിവാക്കുന്ന അംഗീകാരത്തിനാണ് കറാമത്ത് എന്ന് പറയുക. ഇതാണ് ഒന്നാമത്തെ പാഠം. മുഅ്ജിസത്ത് അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കറാമത്തും തീർച്ചയായിട്ടും അംഗീകരിക്കണം. ഇന്ന് കാണുന്ന എല്ലാ കറാമത്തും കറാമത്തല്ല. അങ്ങനെയുണ്ട്, കാണുന്നതെല്ലാം കറാമത്തല്ല. അതിന്റെ പേരിൽ തട്ടിപ്പുണ്ട്, അതിന്റെ പേരിൽ ദീനിന് നിരക്കാത്ത, ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ അത്ഭുത സിദ്ധികൾ കറാമത്താണ് എന്ന് പറഞ്ഞു നടക്കുന്ന, ഈ ദീനിനെ നാണം കെടുത്തുന്ന ചില ആളുകളുമുണ്ട്. അതല്ല വിഷയം. ആധികാരികമായി ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ശരിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കറാമത്തുകൾ, അത് ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് വിരുദ്ധമാവാം, നമ്മുടെ നാട്ടുനടപ്പിനെതിരാവാം, നമ്മുടെ ന്യായത്തിന് തികച്ചും യോജിക്കാത്തതാവാം. എങ്കിൽ പോലും ഇത് അല്ലാഹു ആ മനുഷ്യനിലൂടെ വെളിവാക്കിയതാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, കറാമത്ത് അത് ആരിൽ നിന്ന് പ്രകടമായാലും അതിന്റെ എല്ലാം അധികാരവും അതിന്റെ ഉത്തരവാദിത്വവും പൂർണ്ണമായും അല്ലാഹുവിൽ മാത്രമാണ്. ഇതെന്റെ കഴിവുകൊണ്ടാണ് ഇതുണ്ടായതെന്ന് ഒരാൾക്കും പറയാനുള്ള അധികാരാവകാശമില്ല. മറിച്ച് ഇതിന്റെ എല്ലാം പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി അല്ലാഹുവിന് മാത്രമാണ് എന്ന് വിശ്വസിക്കുക. രണ്ട്. മൂന്നാമത്തെ പാഠമെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കറാമത്തുകൾ, അതായത് അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകളിലൂടെ പ്രകടമാക്കുന്ന അമാനുഷികതകൾ, ഇത് മുത്തഖീങ്ങളിൽ നിന്നു മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
അപ്പൊ മുത്തക്കിയാണെങ്കിൽ മാത്രമേ അയാളിൽ നിന്ന് വെളിവാകുന്ന അത്ഭുതത്തിന് കറാമത്ത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഔലിയാക്കളുടെ ഏറ്റവും വലിയ ഗുണമായി വിശേഷണമായി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ മുത്തഖീങ്ങളാണ് എന്നുള്ളതാണ്. ഔലിയാക്കൾ മുത്തഖീങ്ങൾ അല്ലെങ്കിൽ അവർ ഔലിയ അല്ല. മുത്തഖിയാണെങ്കിലോ അയാൾക്ക് പുറമേ കാണുന്ന രീതിയിൽ മറ്റുള്ളവരെ ഞാൻ വലിയാണ്, ഔലിയാണ് അല്ലെങ്കിൽ തങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രത്യേകമായ അടയാളത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം തഖ്വ ഹൃദയത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ 10-ാമത്തെ സൂറത്തിലെ 62, 63 ആയത്തുകളിലൂടെയാണ് ആരാണ് അള്ളാഹുവിന്റെ വലിയ എന്ന് അള്ളാഹു തആല വളരെ വ്യക്തമാക്കിയത്. അപ്പോ കറാമത്ത് പ്രകടമായാൽ ആ കറാമത്ത് പ്രകടമാകാനുള്ള ഏറ്റവും വലിയ യോഗ്യത അയാൾക്ക് തഖ്വയുണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ തഖ്വയില്ലാത്ത ആളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രകടമായാൽ അതിന്റെ വിധി എന്താണ്? അത് കറാമത്തല്ല, അത് വെറും ബ്ലാക്ക് മാജിക്കാണ്, കൺകെട്ടാണ്, അല്ലെങ്കിൽ മായാജാലമാണ്, മന്ത്രവാദമാണ്. അതൊരിക്കലും വിശ്വസിക്കാൻ പാടുള്ളതല്ല. അതാണ് ഒരു പാഠം. മറ്റൊരു പാഠം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ആയുധം പ്രാർത്ഥനയാണ് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദുആയാണ്. ഏത് വിഷയം വന്നാലും ആദ്യം ദുആ ചെയ്യുക. പക്ഷെ പലപ്പോഴും നമ്മൾ അവസാനമാണ് ദുആ ചെയ്യുന്നത്. പോകാവുന്ന സ്ഥലങ്ങളിലെല്ലാം പോകും, എന്നിട്ട് നമ്മൾ ചെയ്തതെല്ലാം നിഷ്ഫലമാണ് എന്ന് കാണുമ്പോ നമ്മൾ അവസാനം ദുആ ചെയ്യും, അല്ലാഹുവേ എന്റെ കാര്യം നീ ശരിയാക്കി തരണേ. അങ്ങനെയല്ല, ആദ്യം എന്റെ കാര്യം ശരിയാക്കണമേ എന്ന് ദുആ ചെയ്യുക. എന്നിട്ട് അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ അവലംബിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ രീതി. അതാണ് ഒരു പാഠം. അവസാനത്തെ പാഠം എന്ന് പറയുന്നത് ആത്മാർത്ഥമായി ഒരാൾ ദുആ ചെയ്താൽ അയാളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിലും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ കറണ്ട് ഇല്ലാതെയും ഗ്രൈൻഡർ കറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉറപ്പായിട്ടും കാണും. കാരണം ഇവിടെ കണ്ടില്ലേ, കറണ്ടില്ലാത്ത ഒരു ലോകത്ത് കറങ്ങിക്കൊണ്ടിരുന്ന ഖിയാമത്ത് നാൾ വരെ കറങ്ങാൻ പര്യാപ്തമായ ആട്ടുകല്ല് അള്ളാഹു മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യന്, അയാളുടെ പേര് പോലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ല. കാരണം അത്രയ്ക്ക് അപരിചിതനായ ഒരു വ്യക്തിയാണ്, അറിയപ്പെടാത്ത ഒരു വ്യക്തിയാണ്. അയാൾക്ക് പോലും അല്ലാഹു തആല അങ്ങനെ ഒരു സംവിധാനം നൽകിയെങ്കിൽ, നമ്മുടെ ദുആയും ആത്മാർത്ഥമാണെങ്കിൽ ഭൗതികമായ രീതികളൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നടപ്പിലാവാൻ അതൊരു വഴിയല്ല. ഭൗതികമായ മാർഗങ്ങളില്ലാതെ അല്ലാഹു തആല കാര്യങ്ങൾ നടത്തിത്തരും. ആത്മാർത്ഥമായ രീതിയിൽ നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. പലപ്പോഴും നമ്മുടെ ദുആ തള്ളപ്പെടാനുള്ള കാരണം നമ്മുടെ ഹൃദയം അശ്രദ്ധമായിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു ദുആ ലാഹി ഖൽബ്. ലാഹി ഖൽബിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ആരാണ് ലാഹി ഖൽബ്? ഹൃദയം അശ്രദ്ധമായിട്ട് ദുആ ചെയ്യുന്ന ആളുകൾ. ആമീൻ പിടിക്കുന്നുണ്ട്, കൈ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, പുറമേ നോക്കുമ്പോ ദുആയുടെ എല്ലാ അടയാളങ്ങളും ഉണ്ട്, പക്ഷെ അയാളുടെ ഹൃദയം മറ്റു പലതിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. മുമ്പൊരു ഉസ്താദ് ദുആ ചെയ്തു, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണമേ. ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്തതാണ്, ജോലിയിൽ ബറക്കത്ത് ചെയ്യണമേ. എല്ലാവരും ആമീൻ പറഞ്ഞു. പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആർക്ക് വേണ്ടിയാണോ ഉസ്താദ് ദുആ ചെയ്തത്, അയാളുടെ ജോലി കബർവെട്ടായിരുന്നു. കബർ വെട്ടുന്ന ഒരാൾക്ക് വേണ്ടി ജോലിയിൽ ബറക്കത്തുണ്ടാകണമേ എന്ന് ദുആ ചെയ്താൽ, അപ്പോ ദുആ കേൾക്കും, നമ്മൾ പല ദുആക്കളും കേൾക്കും, പക്ഷെ അത് എന്താണ് അതിൽ പറയുന്നതെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്നോ തിരിച്ചറിയാതെയാണ് പലപ്പോഴും നാം ആമീൻ പറയുക. അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ അതിന്റെ അല്പമെങ്കിലും നമുക്ക് ബോധ്യമുണ്ടായിരിക്കുക. അതോടൊപ്പം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കും. റമദാനിലെ ആദ്യത്തെ റഹ്മത്തിന്റെ 10 നമ്മോട് വിട പറയാൻ അടുത്തിരിക്കുന്നു. ഇന്ന് 9 അല്ലേ?
നാളത്തെ സൂര്യാസ്തമയത്തോടുകൂടി റമദാനിന്റെ ആദ്യത്തെ 10 നമ്മോട് വിട പറയും. റഹ്മത്ത് ഇനിയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കേണ്ട സമയങ്ങൾ അല്പം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ഭാഗം മാറ്റിവെക്കാൻ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.